സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ആ 5 സ്റ്റാർ ഹോട്ടലിലെ എൻ്റെ മുറിയുടെ ജാലകത്തിൻ്റെ കർട്ടനൊക്കെ മാറ്റി രാവിലെ ഞാൻ നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ, മോസ്കോ ട്രയംഫൽ ആർച്ച് എന്ന് പറയുന്ന ഒരു സ്മാരകം. വല്ലപ്പോഴുമൊക്കെ കടന്നു പോകുന്ന കാറുകൾ, ഇടയ്ക്ക് ആളുകൾ ഫുട്പാത്തിലൂടെ വല്ലപ്പോഴും ഒരാൾ എന്ന പോലെ കടന്നു പോകുന്നു. ഞാൻ വാച്ച് നോക്കുമ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. എന്നിട്ടും ഇതാണ് അവിടുത്തെ അവസ്ഥ. മഞ്ഞുകാലമാണല്ലോ, മഞ്ഞുകാലം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഒരു സംഘമുണ്ട്, 40 പേരുള്ള ഒരു സംഘം. അപ്പോൾ രാവിലെ 9 മണിയാകുമ്പോൾ എല്ലാവരും റെഡിയായി ലോബിയിൽ വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് 7 മണിയൊക്കെ മുതൽ തുടങ്ങും. അവരവരുടെ ഇഷ്ടം പോലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാനും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല കനത്ത സ്വെറ്റർ, ജാക്കറ്റ്, അങ്ങനെ പല ലെയർ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് രാവിലത്തെ അംഗത്തിനൊരുങ്ങി ഞങ്ങളെല്ലാം ലോബിയിലേക്ക് ചെല്ലുന്നു. ബസ്സൊക്കെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ആശങ്ക ഇന്നത്തെ തമാരയ്ക്ക് പകരം പുതുതായി വരുന്ന ആരാണെന്നതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരല്പം തടിച്ച ഒരു സ്ത്രീ നല്ല ചിരിയൊക്കെ ആയിട്ട് ലോബിയിലേക്ക് കയറി വന്നു. എന്നിട്ട് വിഷ് ചെയ്തു. എന്നിട്ട് പറയുന്നു, എൻ്റെ പേര് കത്രീന, ഞാനാണ് ഇന്ന് നിങ്ങളെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്ന ഗൈഡ്. നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് പുസ്തകമൊക്കെ വായിച്ചിട്ടുള്ള, ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ ആവേശം പകരുന്നൊരു സ്ഥലത്തേക്കാണ്. അത് ടൂർ ഐറ്റിനറികളിൽ അല്ലെങ്കിൽ ടൂർ കമ്പനികൾ നടത്തുന്ന പാക്കേജ് ടൂറുകളിലൊക്കെ പൊതുവെ ഹെർമിറ്റേജ് മ്യൂസിയം എന്നറിയപ്പെടുന്നൊരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പക്ഷേ ഞാൻ ഈ ബസ്സിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ സംഘത്തിലുള്ളവരോട് പറഞ്ഞു, ഈ ഹെർമിറ്റേജ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതൊരു മ്യൂസിയമായിട്ടേ തോന്നുള്ളൂ, അതിനോട് നിങ്ങൾക്കൊരു വികാരവും തോന്നില്ല. എന്നാൽ പണ്ട് സാർ ചക്രവർത്തിമാർ ഏതാണ്ട് 200 വർഷം ആ കൊട്ടാരത്തിലിരുന്നാണ് ഈ റഷ്യ എന്ന് പറയുന്ന വിശാലമായ സാമ്രാജ്യത്തെ ഭരിച്ചത് എന്നും, ആ സാമ്രാജ്യത്തിൻ്റെ പതനം, ആ റഷ്യൻ സാമ്രാജ്യം ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെ പതനമുണ്ടായത് ആ കൊട്ടാരത്തിൽ വെച്ചാണെന്നും, ആ കൊട്ടാരത്തിലെ ചക്രവർത്തിയായി ഭരിക്കുമ്പോഴാണ് സാർ നിക്കോളാസ് രണ്ടാമനെയും ഭാര്യയെയും വിപ്ലവകാരികൾ റഷ്യയുടെ ഭരണം പിടിച്ചടക്കിയതിന് ശേഷം അവർ വീട്ടുതടങ്കലിലായി. പിന്നീട് അവിടെ സൈബീരിയയിലേക്ക് നാട് കടത്തപ്പെട്ടു. ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ അരങ്ങേറിയ ഒരു കൊട്ടാരത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത്. സാർ ചക്രവർത്തിയുടെ കാലത്ത് പോലും ആ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം മ്യൂസിയം ആയിരുന്നു. കാരണം ഈജിപ്തിൽ നിന്നുൾപ്പെടെ പല നാടുകളിൽ നിന്ന് കൊണ്ടുവന്ന അമൂല്യമായ പല വസ്തുക്കൾ. കാരണം അന്നത്തെ ഈ യൂറോപ്യൻ രാജാക്കന്മാർ നമ്മൾ ഇന്ന് കരുതുന്നത് പോലെ അന്ന് ഒറ്റപ്പെട്ട് റഷ്യക്കാരൻ റഷ്യയിൽ, ഫ്രഞ്ചുകാരൻ ഫ്രാൻസിലൊക്കെ അങ്ങനെ ജീവിക്കായിരുന്നില്ല. ഈ യൂറോപ്പിൽ ആകമാനമുള്ള ചക്രവർത്തി കുടുംബങ്ങളും രാജകുടുംബങ്ങളും എല്ലാം തമ്മിൽ നിരന്തരമായ സമ്പർക്കം ഉണ്ടായിരുന്നു. ഇവർ യൂറോപ്പിലൂടെ നിരന്തരം യാത്ര ചെയ്യുമായിരുന്നു. അതിൽ ട്രെയിൻ വന്നതിന് ശേഷം തീവണ്ടിയിൽ, രാജകീയമായ കോച്ചുകളിൽ യാത്ര ചെയ്യും. അതിനു മുമ്പ് കുതിരവണ്ടികളിൽ, അത് ഇവർ ഓരോ ദിവസവും പകൽ മാത്രം യാത്ര ചെയ്യും. ആ ഒരു യാത്ര അവസാനിക്കുന്നിടത്ത് അവർക്ക് താമസിക്കാൻ കഴിയുന്ന വലിയ കൊട്ടാരങ്ങൾ അന്ന് പണിതിട്ടിട്ടുണ്ടാവും. അവിടെ അന്ന് രാത്രി അവർ താമസിക്കും. അടുത്ത ദിവസം പുലർച്ചെ യാത്ര പുറപ്പെടും. അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം അവിടെ താമസിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും യാത്ര ചെയ്യും. ഇങ്ങനെ ഓരോ ദിവസവും 10, 100, 150 കിലോമീറ്റർ കുതിരവണ്ടികളുടെ വലിയൊരു ഘോഷയാത്ര പോലെ രാജാവ് ഇങ്ങനെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും സഞ്ചരിച്ചിരുന്നു. പല രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ഇവർക്ക് ശത്രുതയുണ്ടെങ്കിലും നിരവധി സൗഹൃദ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ സൗഹൃദ രാജ്യങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര അക്കാലത്ത് ധാരാളമായിട്ട് നടന്നിരുന്നു. അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഓരോ രാജ്യത്തു നിന്നും സമ്മാനങ്ങൾ കിട്ടും. അല്ലെങ്കിൽ ആ രാജ്യം മറ്റു നാടുകളിൽ പോയി കൊള്ളയടിച്ച് കൊണ്ടുവന്ന അമൂല്യമായ വസ്തുക്കളുണ്ടാവും. ആ ചെന്ന രാജാവിന് സമ്മാനമായിട്ട് ഇതൊക്കെ ആയിരിക്കും സമർപ്പിക്കുക. ഇങ്ങനെ കിട്ടിയ നിരവധി അമൂല്യ വസ്തുക്കൾ, ചിലത് ഈജിപ്തിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്നതാവാം, അവിടുത്തെ പഴയ ഒരു ശില്പമായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ വലിയൊരു ശിലാസ്തംഭമായിരിക്കാം, ചിലപ്പോൾ ഒരു ഫറവോയുടെ മമ്മിയായിരിക്കാം, ആ മമ്മിയെ കടത്തിയിരുന്ന ഒരു പെട്ടിയായിരിക്കാം. ഇങ്ങനെ കിട്ടിയതെല്ലാം കൊണ്ടുവന്ന് കൊട്ടാരങ്ങളിൽ നിറയുമ്പോൾ അതിനൊരു മ്യൂസിയമാക്കി മാറ്റിയിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയനായി മാറിക്കഴിഞ്ഞപ്പോൾ ഈ കൊട്ടാരം പൂർണ്ണമായിട്ടും ഒരു മ്യൂസിയമാക്കി മാറ്റി. അങ്ങനെ ഇന്നും അത് ഹെർമിറ്റേജ് മ്യൂസിയം എന്നറിയപ്പെടുന്നു. അങ്ങോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, മനോഹരമായൊരു സിറ്റിയാണ്, നിരവധി കനാലുകൾ. ആംസ്റ്റർഡാമിനെയും പാരീസിനെയും ഒക്കെ മാതൃകയാക്കിയാണ് പീറ്റർ ചക്രവർത്തി കൊട്ടാരം പണിത്. ആ കാഴ്ചകളൊക്കെ കണ്ടുപോകുമ്പം മനോഹരമായ രാജഭരണകാലത്തെ പല കൊട്ടാരങ്ങളും കാണാം. അഡ്മിറാലിറ്റി എന്നൊക്കെ പറയുന്ന അവരുടെ നേവൽ ആസ്ഥാനം, അതിങ്ങനെ വഴിയുടെ നടുക്കാൻ നിൽക്കുന്നതേ നമുക്ക് തോന്നും. പക്ഷേ നമ്മളങ്ങനെ ചെന്ന് അതിൻ്റെ മുമ്പിൽ കൂടെ ഒന്ന് തിരിഞ്ഞങ്ങ് പോകും. ഒരു വശത്തൂടെ നമ്മൾ പോകുമ്പോൾ നേവാ നദി ഒഴുകുന്ന കാണാം. നേവാ നദിയുടെ തീരത്തൂടെ കുറേ ദൂരം ഓടുന്നു. അങ്ങനെ ഓടി നമ്മൾ ഈ വിൻ്റർ പാലസിൻ്റെ മുമ്പിലെ അതിവിശാലമായൊരു സ്ക്വയറിലേക്ക് എത്തുകയാണ്. അതായത് ഈ കൊട്ടാരത്തിൻ്റെ മുൻപിൽ വലിയൊരു മൈതാനം. ഈ മൈതാനം എന്ന് പറഞ്ഞാൽ കല്ല് വിരിച്ചതാണ്, നല്ല തിളങ്ങുന്ന കല്ല് വിരിച്ച മൈതാനം. അത് അതിവിശാലമാണ്. നമ്മുടെ ഒരു സാധാരണ ഒരു 8, 10, 12 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വിസ്തൃതിയുണ്ട്. അതിൻ്റെ അതിരുപറ്റി ഇങ്ങനെ വളഞ്ഞ കേർഡായിട്ടുള്ള
കെട്ടിടങ്ങൾ, പഴയ ഓഫീസ് രാജകാര്യാലയങ്ങളൊക്കെ ആയിരുന്നിരിക്കണം, അങ്ങനെയുള്ള നിരവധി കെട്ടിടങ്ങൾ. ഇതിൻ്റെ നടുക്ക് നമ്മൾ പോയി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ആ സാർ ചക്രവർത്തിയുടെ ഭരണകാലത്തെ റഷ്യയുടെ ആ പ്രൗഢി നമ്മുടെ മനസ്സിലേക്ക് വരും. പ്രൗഢി മാത്രമല്ല, ഭീകരതയും കിരാതമായ ഭരണത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലോട്ട് വരും. ഈ സ്ക്വയറിനൊരു പ്രത്യേകതയുണ്ട്. ബ്ലഡി സൺഡേ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വലിയൊരു കൂട്ടക്കൊല നടന്നത് ഈ സ്ക്വയറിലാണ്. നമ്മളിപ്പോൾ പോയി നിൽക്കുന്ന ഈ സ്ക്വയറിലാണ്. 1800കളുടെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തിയായി മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത്ര കാര്യശേഷിയുള്ളൊരു രാജാവായിരുന്നില്ല, ചക്രവർത്തിയായിരുന്നില്ല. വളരെ ദുർബലനായൊരു ഭരണാധികാരിയായിരുന്നു. ഭരണപരിഷ്കാരങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിവില്ലാത്ത ആളായിരുന്നു. റഷ്യയിലെമ്പാടും പട്ടിണി, കർഷകർക്ക് ദാരിദ്ര്യം, ജനങ്ങളും തൊഴിലാളികളും അസംതൃപ്തർ, ഇങ്ങനെയായി ആകെ പ്രതിസന്ധിയിലായി. ഈ പ്രതിസന്ധിക്കിടയിലും രാജാവ് വളരെ ആഘോഷമായി ആർഭാടമായി പല പരിപാടികളും നടത്തുന്നു. ജീവിതം വളരെ ആഘോഷമായിട്ട് പോകുന്നു. ജനങ്ങൾ വളരെ അസംതൃപ്തരായിട്ട് ഒരു സൈഡിൽ വരുന്നു. ശരിക്കും അത് വളർന്നാണ് പിന്നീട് റഷ്യൻ വിപ്ലവത്തിലേക്ക് വരികയും സാർ ചക്രവർത്തി പരമ്പര തന്നെ ഇല്ലാതായി മാറുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രക്ഷോഭങ്ങൾ പലയിടത്തും നാട്ടുകളിൽ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1905 ജനുവരി 22 അന്നൊരു ഞായറാഴ്ചയാണ്. ഫാദർ ഗ്രിഗറി ഗാപ്പോൺ എന്ന് പറയുന്ന റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികൻ്റെ നേതൃത്വത്തിൽ രാജാവിന്, ചക്രവർത്തിക്ക് ഒരു നിവേദനം കൊടുക്കാനായി വലിയൊരു ജനസമൂഹം ഈ സ്ക്വയറിലേക്ക് വന്നു. അപ്പോൾ ഈ ജനസമൂഹം ഇങ്ങോട്ട് ആളുകൾ വരാൻ തുടങ്ങി. അത് ഇവിടേക്ക് അടുത്തടുത്ത് എത്തുമ്പോഴത്തേക്കും വലിയൊരു ജനസാഗരമായി മാറി. കാരണം ജനങ്ങളാകെ പ്രതിഷേധത്തിലാണ്, ജനങ്ങളാകെ നിരാശയിലാണ്, പ്രതിസന്ധിയിലാണ്, പട്ടിണിയിലാണ്. അപ്പോൾ ഈ സ്ക്വയറിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 1.5 ലക്ഷം ആളുകളായി മാറി. അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പ്രതിഷേധം വരാൻ പോകുന്നുണ്ടെന്നുള്ള സൂചന കിട്ടിയതോടുകൂടി തന്നെ രാജാവും രാജകുടുംബവും ഇവിടുന്ന് മറ്റൊരു കൊട്ടാരത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇവിടെ റോയൽ ഗാർഡ്സ് ഉണ്ട്, പട്ടാളക്കാരുണ്ട്. ഇവർ ഭയന്നോ രാജകൽപ്പനയെ തുടർന്നോ എന്തോന്നറിയില്ല, ഇവർ അങ്ങ് ഫയറിങ് ആരംഭിച്ചു, വെടിവെക്കാൻ ആരംഭിച്ചു. അവിടെ 100 കണക്കിന് ആളുകൾ ഈ സ്ക്വയറിൽ മരിച്ചു വീണു. നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പരിക്കേറ്റു. അങ്ങനെ ആ രക്തത്തിൽ മുക്കി കൊന്നുകളഞ്ഞ ഒരു വിപ്ലവമായിരുന്നു ഈ ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്. ശരിക്കും രാജാവിനെ കണ്ട് സമാധാനപരമായി ഒരു നിവേദനം കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത്. ഇവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് വളരെ ക്രൂരമായിട്ട് അതിനടിച്ചമർത്തി. ഈ 1905 ഈ ബ്ലഡി സൺഡേ മുതൽ റഷ്യയുടെ പല ഭാഗങ്ങളിലും വിപ്ലവകാരികൾ, കമ്മ്യൂണിസ്റ്റുകൾ, മറ്റ് ചിന്താധാരയിലുള്ളവർ ഒക്കെ രാജഭരണത്തിനെതിരെ സംഘടിച്ചു തുടങ്ങി, രാജഭരണത്തിനെതിരെ പ്രതിഷേധിച്ചു തുടങ്ങി. അങ്ങനെ അത് വളർന്നു വന്നതാണ് 1917 ആയപ്പോഴത്തേക്കും രാജഭരണത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുന്ന ആ വലിയ വിപ്ലവത്തിൻ്റെ കലാശക്കൊട്ടിലേക്ക് എത്തുന്നത്. മാത്രമല്ല, ഇതിനിടയ്ക്ക് ഒരു വൈദികൻ, ഒരു ദുരൂഹ വൈദികൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഗ്രിഗറി റാസ്പുട്ടിൻ എന്ന് പറയും. ഇദ്ദേഹം ഒരു സിദ്ധനോ ഒരു അത്ഭുത പ്രവർത്തകനോ ഒക്കെയാണെന്നുള്ള ഒരു പ്രചാരവേല നടത്തി ആളുകളിൽ അയാൾ ഒരു വിസ്മയം സൃഷ്ടിച്ച് എവിടെ നിന്നോ വന്ന എങ്ങനെയൊക്കെയോ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിച്ചേർന്നു. ഈ മനുഷ്യൻ്റെ അത്ഭുത സിദ്ധികളെക്കുറിച്ച് കേട്ടറിഞ്ഞ രാജ്ഞി, അലക്സാണ്ട്ര എന്നാണ് രാജാവിൻ്റെ പത്നിയുടെ പേര്, ഈ രാജ്ഞി ഈ വൈദികനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ വൈദികൻ കൊട്ടാരത്തിലൊരു സ്ഥിരം അംഗമായി മാറുന്നു. രാജ്ഞിയെ സ്വാധീനിക്കാൻ കഴിയുന്ന, രാജ്ഞി വഴി ദുർബലനായ രാജാവിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി ഈ മനുഷ്യൻ മാറുന്നു. ഈ നിക്കോളാസ് രണ്ടാമൻ്റെയും അലക്സാണ്ട്ര രാജ്ഞിയുടെയും ഇളയ മകൻ അലക്സി ഉണ്ട്. ഏക മകൻ അതാണ്. ബാക്കി പെൺകുട്ടികളാണ് 3-4 പേര്. അപ്പോൾ ഈ അലക്സിയാണ് അടുത്ത ചക്രവർത്തി ആവേണ്ടത്. അപ്പോൾ ഈ അലക്സിക്ക് ജന്മനാ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗമാണ്. അപ്പോൾ അത് ബാല്യം മുതലേ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഘർഷത്തിലാണ് രാജകുടുംബം പോകുന്നത്. അവിടെ ഒരത്ഭുത സിദ്ധനെ പോലെ ഈ വൈദികൻ രംഗപ്രവേശം ചെയ്യുന്നു. അയാളുടെ തോന്നിയാസങ്ങളുടെ ഒരു രംഗവേദിയായി ഈ കൊട്ടാരം മാറുന്നു. അപ്പോൾ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുള്ള ബ്ലഡി സൺഡേ, റാസ്പുട്ടിൻ, ആ ഗാനത്തിലൂടെയാണ് നമുക്ക് റാസ്പുട്ടിനെ പരിചയം. ആ ഗാനം മുഴുവൻ നിങ്ങൾ യൂട്യൂബിൽ എടുത്തുനിന്ന് കേട്ടിട്ട് അതിൻ്റെ അടിയിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിൻ്റെ സബ് ടൈറ്റിൽ പോലെ അതിൻ്റെ വേർഡുകൾ വരും. ആ വേർഡുകൾ വായിച്ചാൽ ഈ ചരിത്രം, ഈ കഥ അവിടെ കൃത്യമായിട്ട് മനസ്സിലാകും. ഈ രാജകുടുംബത്തെയും രാജകൊട്ടാരത്തെയും ആ പ്രതിസന്ധി കാലത്തിൽ ഈ റാസ്പുട്ടിൻ എന്ന് പറയുന്ന ആ വൈദികൻ എടുത്ത് അമ്മാനമാടിയതിൻ്റെ, അവരെ ഉപയോഗിച്ചതിൻ്റെ കഥയാണ് ആ ഗാനമായിട്ട് പിന്നെ മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നടന്ന ഒരു കൊട്ടാരത്തിന് മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. പലപ്പോഴും ടൂർ കമ്പനികൾ ടൂർ കൊണ്ടുപോകുമ്പം ഇത് ഹെർമിറ്റേജ് മ്യൂസിയം, നമ്മളവിടെ ചരിത്ര നിർമ്മിതികൾ കാണാം, അല്ലെങ്കിൽ അവിടുത്തെ പെയിൻറ്റിങ്ങുകൾ കാണാം, ഇത്ര ലക്ഷം പെയിൻറ്റിങ് ഉണ്ടെന്നുള്ള കഥ പറഞ്ഞിട്ടാണ് കയറ്റിക്കൊണ്ട് പോകുന്നത്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പം പല സഞ്ചാരികൾക്കും അതിൻ്റെ വൈകാരികമായ ഒരു അനുഭവം ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ യാത്രകളിൽ നിങ്ങൾ റഷ്യയിലേക്കോ എവിടേക്കോ യാത്ര ചെയ്യുന്നതിന് മുമ്പ് സഞ്ചാരത്തിലോ സഞ്ചാരി ഡയറി ഗ്രൂപ്പിലോ അതിനെക്കുറിച്ചൊരു കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടെ കേട്ടിട്ട് പോവുകയോ, അല്ലെങ്കിൽ
നിങ്ങൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം AI സപ്പോർട്ടുള്ള ഏത് ടൂളിലും സെർച്ച് ചെയ്താൽ ആ കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ രസകരമായ ചില കഥകൾ കിട്ടും. ആ കഥകളൂടെ അറിഞ്ഞ് അവിടെ നടന്ന യഥാർത്ഥ സംഭവങ്ങൾ അറിഞ്ഞ് വെറും പെയിൻറ്റിങ്ങുകളും അല്ലെങ്കിൽ സുവനീറുകളും മാത്രമല്ല അവിടെ ഉള്ളത്. മനുഷ്യനുണ്ടായിരുന്നു, മനുഷ്യൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, മനുഷ്യൻ്റെ കണ്ണുനീരും വേദനയും വിലാപങ്ങളും എല്ലാം പ്രതിധ്വനിച്ച മുറികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് അറിവ് വേണം. അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിനകത്തേക്ക് കയറി. കയറണമെങ്കിൽ വലിയൊരു ചടങ്ങാണ്. നമ്മളൊരു വിമാനത്തിൽ കയറുന്നുള്ള പരിശോധന ഉണ്ടല്ലോ, അതിനേക്കാൾ കർശനമാണ്. വളരെ ടഫായിട്ടുള്ള സെക്യൂരിറ്റി പരിശോധന. നമ്മളെല്ലാം കനത്ത പല ലെയർ ജാക്കറ്റും സ്വെറ്ററും എന്നാ തെർമൽസും ഒക്കെ ഇട്ടാണല്ലോ വന്നിരിക്കുന്നത്. അതിലെ ജാക്കറ്റും ഈ സ്വെറ്ററും ഒക്കെ നമ്മൾ ഊരി അവിടെ കൊടുക്കണം. അവിടെ നമുക്കൊരു കൗണ്ടർ തരും, ഒരു കൂപ്പൺ തരും, അല്ലെങ്കിൽ ഒരു ടോക്കൺ തരും. അത് നമ്മൾ സൂക്ഷിച്ചാൽ മതി. തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് എടുക്കാം. പിന്നെ നമ്മുടെ ദേഹപരിശോധന, ബാഗ് പരിശോധന, ഇതെല്ലാം കഴിഞ്ഞ് ചെന്ന് ഒരു ഇലക്ട്രോണിക് ഗേറ്റിൽ ടിക്കറ്റൊക്കെ ഇട്ട് നമ്മൾ കടന്നു പോകണം. ഏതാണ്ട് 500 റൂബിൾ മുതൽ 2000 റൂബിൾ വരെ, അത് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ പോകുന്നു, ഏതൊക്കെ വിങ്ങുകൾ സന്ദർശിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് റേറ്റ് മാറുന്നത്. 2000 റൂബിൾ വരെ ആണ് അവിടുത്തെ ടിക്കറ്റ് നിരക്ക്. അത് താരതമ്യേന കുറവാണ് മറ്റ് പല രാജ്യങ്ങളിലെ മ്യൂസിയങ്ങളും വെച്ച്. എന്നാൽ പോലും 10,000 ആളുകൾ ഒരു ദിവസം വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത് കാണാൻ? കാരണം റഷ്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളിൽ വലിയൊരു ശതമാനവും സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് വരും. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വരുന്ന 90% ടൂറിസ്റ്റുകളും ഈ ഹെർമിറ്റേജ് മ്യൂസിയത്തിൽ വരും. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ജനപ്രവാഹമാണ്. ഇതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ബേസ്മെൻറ്റ് പോലത്തെ ഒരു നിലയിലേക്ക് ചെല്ലുന്നത്. അവിടെയാണ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ശില്പങ്ങളും ശില കൊണ്ടുള്ള അധിക സൗന്ദര്യമില്ലാത്ത എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള നിർമ്മിതികളും അവശേഷിപ്പുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ഒരു ഫറവോയുടെ പത്നിയുടെയും ഒക്കെ മൃതദേഹങ്ങൾ അടക്കിച്ചേരുന്ന കാസ്കറ്റുകൾ അവിടെയുണ്ട്. കല്ലിൽ കൊത്തിയെടുത്ത ശവപ്പെട്ടികളാണത്. അതിന് മൂടിയൊക്കെയുണ്ട്. അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള അത്തരത്തിലുള്ള അവശേഷിപ്പുകളുണ്ട്. അതെല്ലാം കണ്ട് നമ്മൾ ചെന്ന് പിന്നെ ഓരോരോ നിലകളായി കയറുകയാണ്. ഈ സ്റ്റെപ്പ് കയറുക എന്ന് പറഞ്ഞുണ്ടല്ലോ, സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം തന്നെ അങ്ങ് മാറുകയാണ്. എങ്ങനെയാണ് രാജകീയമായൊരു സ്റ്റെയർ കേസ് എന്നുള്ളത്? സ്വർണ്ണപ്പാളികൾ പതിച്ച ചുവരുകൾ, മേൽക്കൂരകൾ, ആ സീലിങ്ങുകൾ, കൈവരികൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. അതിനിന്നും എത്രയോ വർഷം മുമ്പ് 1700കളിൽ പണി തുടങ്ങി 1800കളുടെ പകുതിയിലാണ് ഇതിൻ്റെ പണി തീരുന്നത്. 100 വർഷം എടുത്തു ഇത് പണി തീരാൻ. ഈ 100 വർഷം എടുത്ത് പണി തീർന്നിട്ടും ഇപ്പോൾ ഏതാണ്ടൊരു 150-170 കൊല്ലം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും വർഷം പിന്നിട്ട് ഈ കൊട്ടാരം ഇപ്പോഴും തിളക്കത്തോടെ ഭംഗിയോടെ ഗംഭീരമായി സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ തിളക്കം എത്രയായിരിക്കും എന്ന് നോക്കണം. അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പുകൾ കയറി അടുത്ത നിലയിലേക്ക് ചെല്ലുന്നു. ആ ഓരോ നിലയിലും നിരവധി ഹാളുകളാണ്, വമ്പൻ ഹാളുകൾ. 1500 മുറികളാണ് ഈ കൊട്ടാരത്തിനുള്ളത്. അതിൽ ഓരോ ഹാളിൽ നിന്നും അടുത്ത മുറിയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഹാളിലേക്ക് പലവിധ ആവശ്യത്തിനുള്ള ഹാളുകളാണ്. രാജാവിന് രാജസഭ കൂടാനുള്ള സദസ്സുകൾ, അല്ലെങ്കിൽ രാജാവ് വിശിഷ്ടാതിഥികളെ, വിദേശ രാജ്യത്തു നിന്നുള്ള വിശിഷ്ട രാജാക്കന്മാരെ അതിഥികളെ സ്വീകരിക്കുന്ന മുറി, അതുപോലെ രാജാവിൻ്റെയും രാജപത്നിയുടെയും രാജകുടുംബാംഗങ്ങളുടെയും കിടപ്പറകൾ, അമൂല്യ വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമുകൾ, ഇങ്ങനെ പല 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 മുറികൾ. ഇന്ന് ഈ മുറികളെല്ലാം അന്ന് രാജാവിൻ്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പെയിൻറ്റിങ്ങുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. കാരണം സോവിയറ്റ് യൂണിയൻ്റെ കാലത്തും രാജഭരണകാലത്തും ഒക്കെ പിന്നീട് ഇപ്പോഴും ഇവർക്ക് ധാരാളം ആർട്ട് കളക്ഷനുണ്ട്, പെയിൻറ്റിങ്ങുകളുടെ കളക്ഷൻ. ലോകപ്രശസ്ത ചിത്രകാരന്മാരായ ഡാവിഞ്ചി, റംബ്രാൻഡ്, ഇങ്ങനെയുള്ള നമ്മൾ പേര് കേട്ടിട്ടുള്ള ലോകപ്രശസ്തരായ ആളുകളുടെ മുഴുവൻ പെയിൻറ്റിങ്സ് അവിടെയുണ്ട്. പെയിൻറ്റിങ്സ് പറഞ്ഞാൽ 1, 2 ഒന്നും അല്ല, 10, 50, 60 വേണം. അതിലെ ഓരോന്നിൻ്റെയും വില മില്യൺസ് ഓഫ് ഡോളേഴ്സാണ്, മില്യൺസ്. ഇതിനകത്തിരിക്കുന്ന ഈ പെയിൻറ്റിങ്ങുകളുടെയും ആർട്ടിഫാക്ട്സിൻ്റെയും വില കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് യൂറോപ്പിലെ ചില രാജ്യങ്ങളെ തന്നെ നമുക്ക് മൊത്തമായിട്ട് വാങ്ങാൻ മാത്രമുള്ള സമ്പത്ത് ഉണ്ട്. അത് അത്ര ഭീകരം. അതുകൊണ്ടാണ് ഇത്ര കനത്ത പരിശോധനയും കനത്ത സെക്യൂരിറ്റി സംവിധാനങ്ങളും എല്ലാം. ഏതാണ്ട് 30 ലക്ഷം വസ്തുക്കൾ അതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഫുൾ ടൈം ഏത് സമയത്തും ഇല്ല, സീസൺ അനുസരിച്ച് ഇതിനകത്തെ പ്രദർശനം മാറിക്കൊണ്ടിരിക്കും. 30 ലക്ഷം വസ്തുക്കളാണ് അവർക്കുള്ളത്. ഈ 30 ലക്ഷം വസ്തുക്കൾ ഓരോന്നിൻ്റെ മുമ്പിൽ നമ്മൾ 1 മിനിറ്റ് വീതം സ്പെൻഡ് ചെയ്ത് പോയാൽ പോലും ഏകദേശം 5 വർഷം എടുക്കുമെന്നാണ് കണക്ക് ഇത് മുഴുവൻ കണ്ടു തീർക്കാൻ. അത്ര സമ്പന്നമായ ഒരു മ്യൂസിയമാണത്. അപ്പോൾ നമ്മുടെ ഗൈഡ് കത്രീനയ്ക്ക് ഒരു ഉപകരണമുണ്ട്. അത് നമുക്കെല്ലാം ഒരു ഇയർഫോൺ തരും. ഇയർഫോൺ ചെവി വെക്കാം. കത്രീന നമ്മുടെ ഇതുപോലത്തെ ഒരു ലേപ്പൽ മൈക്ക് അവരുടെ ഉടുപ്പിലും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൈക്കിൽ കൂടെ പറയുമ്പോൾ ഈ ഹെഡ്ഫോൺ വെച്ച് എല്ലാവർക്കും അത് കേൾക്കാം. കാരണം ഈ മ്യൂസിയത്തിൽ മറ്റ് നിരവധി സംഘങ്ങളുണ്ട്. 100 കണക്കിന് ആളുകളുടെ, 1000 ആളുകൾ ഒരു ഘോഷയാത്ര പോലെ ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ അതിനകത്ത് ഓരോ ടൂർ ഗൈഡിനും ഇതുപോലത്തെ ഒരു ഉപകരണമാണ്. അവരുടെ ടീമിലുള്ളവർക്ക് മാത്രമേ ഈ പറയുന്നത് കേൾക്കുകയുള്ളൂ.
ചെവിക്കകത്തോട്ട് കേൾക്കുന്നത്. അതുകൊണ്ട് മറ്റാർക്ക് ശല്യവുമില്ല. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയാണ്. കൂടാതെ കത്രീന തന്നെ ഈ ഓരോ പെയിൻറ്റിങ്ങിൻ്റെയും വിശദാംശങ്ങൾ, ഓരോ പെയിൻറ്റിങ്ങിൻ്റെയും അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അങ്ങനെ ആയിരക്കണക്കിന് പെയിൻറ്റിങ്ങുകൾ ഇതെല്ലാം കണ്ട് 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 നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഈ കൊട്ടാരത്തിൻ്റെ പല ഹാളുകളും പല പർപ്പസിനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അതിൽ ചിലത് ആളുകളെ ആദരിക്കുന്നതിനുള്ളതാണ്. റഷ്യയെ പല കാലങ്ങളിൽ യുദ്ധത്തിൽ നയിച്ച് വിജയിപ്പിച്ച പട്ടാള മേധാവികളുടെ മാത്രം പെയിൻറ്റിങ്ങുകളാണ് ഒരു ഭിത്തിയുടെ ഹാൾ നിറയെ. വീണ്ടും നടന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഒരു പള്ളിയിലേക്കാണ് ചെല്ലുന്നത്. ഈ കൊട്ടാരത്തിനകത്ത് 2 പ്രധാന പള്ളികളുണ്ട്. അതിൽ രാജാവും കുടുംബാംഗങ്ങളും പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു പ്രധാന പള്ളി. ആ പള്ളിയൊക്കെ അതിഗംഭീരമാണ്. ഈ പള്ളി വെച്ച് തന്നെയായിരുന്നു 1890കളിൽ നിക്കോളാസ് രണ്ടാമൻ്റെയും ഈ അലക്സാണ്ട്ര രാജ്ഞിയുടെയും വിവാഹം നടന്നത്. അത് ഏകദേശം 8-10 ദിവസം നീണ്ടുന്ന വലിയൊരു വിവാഹാഘോഷമായിരുന്നു, വലിയൊരു ആഘോഷമായിരുന്നു. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് കണ്ട് ഇങ്ങനെ നടന്നു, കുറേ സഞ്ചരിച്ചു. ആളുകൾ മടുത്തു തുടങ്ങി. നമ്മുടെ കൂടെയുള്ളവർ ഇത് കണ്ട് 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 ഈ ലക്ഷറി കണ്ട്, ഈ ആഡംബരത്വം കണ്ട്, ഈ റിച്ച്നെസ് കണ്ട്, ഈ കലയുടെ ഉദാത്തമായ പ്രതിഫലനങ്ങളായ പെയിൻറ്റിങ്ങുകൾ കണ്ട് നമ്മൾ മടുത്ത് തളർന്നു. ചിലർ വഴിക്ക് അവിടെയൊക്കെ ബെഞ്ചുകളിട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കാം. ഇങ്ങനെ 1500 മുറികൾ മുഴുവൻ നമ്മൾ നടന്നു തീരില്ലല്ലോ. ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ ഏകദേശം എല്ലാം ഒന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും വിശപ്പ് തുടങ്ങി. ഞങ്ങൾ ബസ്സിൽ കയറി. ഇനി ഭക്ഷണം കഴിക്കാനുള്ള പോക്കാണ്. അപ്പോൾ ഈ ബസ്സിൽ കയറി യാത്ര തുടരുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഈ നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തിയെക്കുറിച്ചും ആ രാജകുടുംബത്തെക്കുറിച്ചും തന്നെയാണ്. അവരുടെ അവസാന ദിവസങ്ങൾ നമുക്കറിയാം. 1917 വിപ്ലവത്തിലൂടെ മറ്റൊരു സർക്കാർ അധികാരത്തിൽ വരുന്നു. ആദ്യം സോവിയറ്റ് യൂണിയനായിട്ട് രൂപപ്പെടുകയല്ല, കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല ഉണ്ടായത്, ബോൾഷെവിക് ഭരണത്തിലേക്ക് വന്നില്ല. പക്ഷേ പിന്നീട് ബോൾഷെവിക് ഭരണത്തിലേക്ക് വരുന്നു. രാജാവ് വീട്ടുതടങ്കലിലാവുന്നു. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ തന്നെ, ഈ കൊട്ടാരത്തിലല്ല, മറ്റൊരു കൊട്ടാരത്തിൽ വീട്ടുതടങ്കലിലാവുന്നു. ഒരു ദിവസം ഇവരെ സൈബീരിയയിലേക്ക് കൊണ്ടുവന്നു. രഹസ്യമായിട്ടാണ് ഇതൊക്കെ. കുടുംബാംഗങ്ങളെയും അവരുടെ കുറച്ച് പരിചാരകരെയും ഉദ്യോഗസ്ഥരെയും കൂടെ കൂടി സൈബീരിയയിലേക്ക് കൊണ്ടുവന്നു. സൈബീരിയയിൽ കുറേ ഏതോ രഹസ്യ സങ്കേതങ്ങളിൽ കുറേ നാളുകൾ താമസിപ്പിക്കുന്നു. അതിനുശേഷം അവരെ യൂറാൾ പർവ്വത നിരയുടെ താഴ്വാരത്തുള്ള യെക്കാത്രിൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. യെക്കാത്രിൻബർഗ് പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഒരു ചെറിയ വീടുണ്ട്, ഇപ്പാത്തിയേവ് ഹൗസ് എന്ന് പറയുന്നൊരു വീട്. ഈ ഇപ്പാത്തിയേവ് ഹൗസും ഈ യെക്കാത്രിൻബർഗും ഒക്കെ നമ്മൾ പണ്ട് സഞ്ചാരത്തിൽ കാണിച്ചതാണ്. അതിലൂടെ വിശദമായൊരു സഞ്ചാരം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഞാനും ലാൽ ജോസും കൂടെ ട്രാൻസ് സൈബീരിയൻ ട്രെയിൻ യാത്ര നടത്തിയ യാത്രയിൽ. അപ്പോൾ ഈ ഇപ്പാത്തിയേവ് ഹൗസ് ഇന്നവിടെ ഇല്ല. പക്ഷേ ആ ഇപ്പാത്തിയേവ് ഹൗസിലായിരുന്നു പിന്നീട് ചക്രവർത്തിയെയും കുടുംബാംഗങ്ങളെയും പാർപ്പിച്ചത്. അവിടെ എന്താണ് ഈ പട്ടാള വിപ്ലവസേനയുടെ കാവലിൽ അവരെ ഏറ്റവും ചുരുങ്ങിയ സൗകര്യങ്ങളിൽ, ഏറ്റവും ചുരുങ്ങിയ സ്വാതന്ത്ര്യത്തിൽ, വലിയ സമ്പത്തിൽ അഭിരമിച്ചിരുന്ന ഒരു ചക്രവർത്തിയും കുടുംബവും അവിടെ താമസിക്കുകയാണ്. അവർക്ക് പുറത്തിറങ്ങാൻ നിർവാഹമില്ല, ആരോട് സംസാരിക്കാൻ അനുവാദമില്ല. ഇവർ ആകെ ആശങ്കയിൽ, അടുത്ത നിമിഷം എന്ത് സംഭവിക്കാം, എപ്പോൾ വേണേലും മരണം ഉണ്ടാകുമെന്നുള്ള ആശങ്കയിൽ കഴിയുന്നു. പക്ഷെ അപ്പോഴും ചക്രവർത്തി നോട്ടുകൾ എഴുതുമായിരുന്നു, ഡയറി എഴുതുമായിരുന്നു. അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു, ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് തങ്ങളെ നാട് കടത്തും, അങ്ങനെ ജീവിക്കാം, പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ച് റഷ്യയിലേക്ക് വരാം, പറ്റിയ തെറ്റുകളെല്ലാം തിരുത്തി നമുക്ക് വീണ്ടും ആ റഷ്യയുടെ പഴയ പ്രതാപത്തിലേക്ക്, റഷ്യൻ സാർ ചക്രവർത്തിമാരുടെ ആ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു പോകാം എന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കണം. അതോടൊപ്പം തന്നെ അലക്സി എന്ന് പറയുന്ന ഇളയ മകൻ, അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, മൂത്ത പെമ്മക്കൾ, അവരൊന്നും കല്യാണം കഴിച്ചിട്ടില്ല. 1-2 വയസ്സിൻ്റെ വ്യത്യാസത്തിലുള്ള 14-15 വയസ്സ്, 10-16-17 വയസ്സ് മുതൽ താഴേക്കുള്ള പെൺകുട്ടികൾ, അങ്ങനെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഏതാനും മാസങ്ങളുടെ ജീവിതം ഈ എപ്പാത്തിയേവ് ഹൗസിലായിരുന്നു. അപ്പോഴത്തേക്കും വേറെ ചില മുന്നേറ്റങ്ങൾ റഷ്യയിൽ ഉണ്ടാകുന്നതായി സൂചന അപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആളുകൾ കിട്ടുന്നു. അതായത് പല വിപ്ലവത്തിനൊപ്പം പ്രതിവിപ്ലവം ഉണ്ടാകുമല്ലോ. ഈ പ്രതിവിപ്ലവകാരികൾ വന്ന് വൈറ്റ് ആർമി ബലം ആർജിക്കുകയും ശക്തി ആർജിക്കുകയും റെഡ് ആർമിയെ പരാജയപ്പെടുത്തുകയും ചെയ്യുമോ എന്നൊരാശങ്ക പയ്യെ മോസ്കോയിലുണ്ടായി. അപ്പോഴത്തേക്കും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് മോസ്കോയിലേക്ക് തലസ്ഥാനം മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് കഴിഞ്ഞു. അപ്പോൾ റെഡ് ആർമിയും അല്ലെങ്കിൽ ബോൾഷെവിക്കുകളും തീരുമാനിച്ചു, ഈ ചക്രവർത്തിയെ അങ്ങനെ നിർത്തുന്നത് സുരക്ഷിതമല്ല. ഒരു ദിവസം പുലർകാലത്ത് ഗാർഡുകൾ വരുന്നു. അവർ ചക്രവർത്തിയുടെ മക്കളുടെയും ഭാര്യയുടെയും മുറിയുടെ വാതിലുകൾ മുട്ടി അവർ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. രാവിലെ അത്യാവശ്യമായിട്ടൊരു ഫോട്ടോഷൂട്ടുണ്ടെന്ന് ഇവരോട് പറയുന്നു. വെൽ ഡ്രസ്ഡായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് ഇറങ്ങി വരാൻ പറയുന്നു. അധികം താമസിയാതെ തന്നെ വസ്ത്രമൊക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോഴും ഇവർക്കൊരാശങ്ക ഉണ്ടായിരുന്നില്ല. ആ എപ്പാത്തിയേവ് ഹൗസിലെ ഒരു മുറിയിൽ, ഏറ്റവും വലിപ്പം ഉണ്ടായിരുന്ന ഒരു മുറിയിൽ കസേരകൾ നിരത്തിയിട്ടുണ്ടായിരുന്നു. ചക്രവർത്തിയെയും ചക്രവർത്തിയുടെ ഭാര്യയും
ചക്രവർത്തിനിയും അവിടെ ഇരുത്തുന്നു. വശങ്ങളിലായിട്ട് മക്കൾ, അലക്സി, സഹോദരിമാർ, പിന്നെ അവരുടെ ജോലിക്കാരും പരിചാരകരായിട്ടുണ്ടായിരുന്ന വിരലെണ്ണാവുന്ന ആളുകൾ, ഇത്രയും പേര് നിൽക്കുന്നു. ഫോട്ടോ എടുക്കാനുള്ള ഭാവത്തിൽ അവരെ നിർത്തുന്നു. അപ്പോഴത്തേക്കും ഫയറിംഗ് സ്ക്വാഡ് ഈ മുറിയിലേക്ക് കയറി വരുന്നു. ആദ്യം ചക്രവർത്തിക്ക് നേരെ നിറയൊഴിക്കുന്നു, പിന്നെ രാജ്ഞി, പിന്നെ മക്കൾ. ചക്രവർത്തിയൊക്കെ ആദ്യത്തെ വെടിയിൽ തന്നെ മരിച്ചുപോയി. പക്ഷേ 2-3 പേര് അതിലാരൊക്കെയോ ആ ഫയറിങ്ങിൽ മരിച്ചില്ല. വീണ്ടും അവരെ ഫയർ ചെയ്ത് കൊന്നു. പെട്ടെന്നായിരുന്നെല്ലാം. അങ്ങനെ റൊമാനോവ് എന്ന് പറയുന്ന റഷ്യൻ സാമ്രാജ്യത്തെ നൂറ്റാണ്ടുകളോളം ഭരിച്ച ഒരു രാജവംശം ഇല്ലാതാകുകയാണ്. പിന്നെ ഈ ബോഡി എന്തു ചെയ്യും? ഈ ബോഡി അവരവർ ട്രക്കിൽ കയറ്റുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് 10-30 മൈൽ അകലെയുള്ള ഒരു വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഈ വനത്തിലേക്കൊക്കെ ഞങ്ങളും പോയതാണെന്ന്. വനത്തിലേക്ക് കൊണ്ടതിന് ശേഷം ഇവർ ഈ ബോഡി ആസിഡൊഴിച്ച് വികൃതമാക്കി. കാരണം ഇത് തിരിച്ചറിയരുത് ആരാണെന്ന്. അതിനുശേഷം ഇതിനെ കുറേ കത്തിച്ച് പൂർണ്ണമായിട്ടില്ല. ആ പൂർണ്ണമായും കത്താത്ത ആ ബോഡി ഇവർ ഒരു ആളുകൾ ട്രക്കുകളൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു പാത, ഏതോ കുതിരവണ്ടിയൊക്കെ പോകുന്ന പാതയായിരിക്കണം. ഈ പാതയിൽ ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്തിട്ട് മൂടിയിട്ട് അതിന് മുകളിൽ കുറേ മരപ്പലകളൊക്കെ നിരത്തി വെച്ചു. മരപ്പലകളല്ല, റെയിൽവേ സ്ലീപ്പർ പോലത്തെ തടികളൊക്കെ നിരത്തി വെച്ചു. പതിറ്റാണ്ടുകളോളം തങ്ങളുടെ ചക്രവർത്തിയുടെ മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നതറിയാതെ ആ ഗ്രാമീണർ ആ വനപാതകളിലൂടെയൊക്കെ പോയിട്ടുണ്ട്. പിന്നീട് പല അഭ്യൂഹങ്ങളും പരന്നു. ചക്രവർത്തി മറ്റേതോ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട്, ചക്രവർത്തിയും രാജകുടുംബവും ഉണ്ട് എന്നൊക്കെ വിശ്വാസം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ പടർന്നു. സോഷ്യലിസം, കമ്മ്യൂണിസം എന്നൊക്കെ പറയുമ്പോഴും സോവിയറ്റ് യൂണിയനിൽ അല്പം കഴിഞ്ഞതോടുകൂടി യാഥാർത്ഥ്യബോധത്തിലേക്ക് വന്നപ്പോൾ പല കാര്യങ്ങളിലും ഉദ്ദേശിച്ച സ്വർഗ്ഗരാജ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോൾ പഴയ ചക്രവർത്തി ഭരണമായിരുന്നു നല്ലതെന്നൊക്കെ പറയുന്ന ആളുകളും തലമുറകളും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ രാജാവിനെക്കുറിച്ച്, ചക്രവർത്തിയെക്കുറിച്ചൊക്കെ പല ചർച്ചകളും വന്നപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു അദ്ദേഹവും കുടുംബവും കൊല്ലപ്പെട്ടു എന്ന്. പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം 1998 ഈ പ്രദേശത്ത് ഇവർ ആ സ്ഥലം എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. മൃതദേഹം അവശിഷ്ടങ്ങൾ മാന്തിയെടുത്തു. DNA പരിശോധനകൾ നടത്തി അത് രാജകുടുംബത്തിൻ്റെ ആണെന്ന് തിരിച്ചറിഞ്ഞു. അതിനെ ആ ബോഡിയും ഈ രാജകുടുംബാംഗങ്ങളുടെ ബോഡി കൊണ്ടുവന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ പീറ്റർ ആൻഡ് പോൾ ചർച്ചിൽ വീണ്ടും കൊണ്ടും സംസ്കരിക്കുക മാത്രമല്ല ചെയ്തത്, 2000 ആണ്ടിൽ ഈ കുടുംബാംഗങ്ങളെ, ചക്രവർത്തിനെയും കുടുംബാംഗങ്ങളെയെല്ലാം വിശുദ്ധരായിട്ട് റഷ്യൻ ഓർത്തഡോക്സ് സഭ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ ഒരു വൃത്തം പൂർത്തിയാകുന്ന കഥകൾ ഓർത്തുകൊണ്ട് ഞാനങ്ങനെ ഇരിക്കുമ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ ഒരു സ്ക്വയറിൻ്റെ ഓരത്തേക്ക് ബസ് കൊണ്ടുപോയി നിർത്തുന്നു. അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞു, നിങ്ങളുടെ ലഞ്ച് ഇവിടെയാണ്. ഒരു സന്തോഷ വാർത്തയുണ്ട്, നിങ്ങൾ എത്രയോ ദിവസമായി ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇന്ന് ഇന്ത്യൻ ലഞ്ചാണ്. അപ്പോൾ കുറച്ച് ദിവസം കൂടി ഇന്ത്യൻ ലഞ്ച് കഴിക്കുമ്പോൾ എല്ലാവർക്കും വലിയ ഹാപ്പിയാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയും കുറച്ച് ചോറും സാമ്പാറും അവിയലും ഒന്നും പലപ്പോഴും അവിടെ കിട്ടാറില്ലെങ്കിലും എന്താണെങ്കിലും എല്ലാവർക്കും വലിയ എക്സൈറ്റ്മെൻറ്റായി. എനിക്കും ഒരു ആഗ്രഹമുണ്ട്. കാരണം ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ നാടൻ ഭക്ഷണം കഴിച്ചെങ്കിൽ എനിക്കൊരു സമാധാനമുള്ളൂ. ഏതെവിടെ പോയാലും പലപ്പോഴും നടക്കാറില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഏതെങ്കിലുമൊക്കെ നാട്ടുകാരൻ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ഈ ഭക്ഷണം തരാറുണ്ട്. അങ്ങനെ കയറി ചെല്ലുമ്പം ഗണേശ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. ഈ ഗണേശ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെറിയ റെസ്റ്റോറൻറ്റ്, ഇന്ത്യക്കാരുടെ എല്ലായിടത്തെയും റെസ്റ്റോറൻറ്റുകൾ ചെറുതായിരിക്കും, കുറഞ്ഞ സ്ഥലം, കാരണം അവർ വലിയ റെൻ്റൊന്നും കൊടുത്തെടുക്കില്ല. പക്ഷേ നല്ല ഭക്ഷണമായിരിക്കും. കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഉടമസ്ഥ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്വീകരിച്ചു, പരിചയപ്പെട്ടു. ഡോക്ടർ കുമേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തമിഴനാ, ട്രിച്ചിക്കാരനാണ്. ഇങ്ങനെ 2002 MBBS പഠിക്കാൻ ഇവിടെ വന്നതാണ്. പഠിത്തം കഴിഞ്ഞും പുള്ളി ഇവിടുന്ന് പോയില്ല, അവിടെ തന്നെ നിന്നു. പിന്നീട് 2018 അദ്ദേഹം ഈ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചു. പല റെസ്റ്റോറൻറ്റുകൾ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പുള്ളിക്ക്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഭദ്ര ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടർ കുമേഷും സുഭദ്രയും കൂടി ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നു. കയറി ചെല്ലുമ്പോഴേ നമ്മൾ ആദ്യത്തെ ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ബാറാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ റെസ്റ്റോറൻറ്റിലും അങ്ങനെയാണ്. ഈ ബാറിനകത്തെ ബാർഗേളായിട്ട് നിൽക്കുന്നത് ഡോക്ടർ സുഭദ്രയാണ്. ബാക്കിയൊക്കെ സൂപ്പർവൈസ് ചെയ്തും ഭക്ഷണം വിളമ്പാൻ സഹായിച്ചുമൊക്കെ ഡോക്ടർ കുമേഷുമുണ്ട്. നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നിന്ന് കഴിഞ്ഞിട്ട് ബസ് വീണ്ടും വരുമ്പോൾ ഞങ്ങൾ അടുത്തത് പോകുന്നത് മറ്റൊരു കൊട്ടാരത്തിലേക്കാണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ വടക്കേ അതിരിലേക്ക്, അതായത് ഗൾഫ് ഓഫ് ഫിൻലാൻഡ് ഉൾക്കടലിൻ്റെ തീരത്ത് ഈ ചക്രവർത്തിമാർക്കൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് പീറ്റർ ഹോഫ് പാലസ് എന്നാണ്. ഈ പീറ്റർ ഹോഫ് പാലസോട് ഒന്ന് കാണണം. അങ്ങോട്ട് വണ്ടി വിടുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ രസകരമായ കാഴ്ച, ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ പ്രാന്തഭാഗങ്ങളിലൂടെയാണ് പോകുന്നത്. ഈ പീറ്റർ ഹോഫ് പാലസ് വലിയൊരു ഉദ്യാനത്തിന് നടുക്കുള്ള ഒരു കൊച്ചു കൊട്ടാരമാണ്, ചെറിയൊരു കൊട്ടാരം. എന്ന് വെച്ചാൽ ഈ വിൻ്റർ പാലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. പക്ഷേ അതർവൈസ് നമ്മുടെ കേരളത്തിലെയോ ഇന്ത്യയിലോ ഉള്ള മറ്റേതെങ്കിലും കൊട്ടാരം പോലെയൊക്കെ തന്നെയുള്ളതാണ്. പക്ഷേ മറ്റേതിൻ്റെ അത്ര 1500 മുറികളുള്ള കൊട്ടാരമായിട്ട് കമ്പാരിസൺ ഇല്ല. പക്ഷേ ഇതിൻ്റെ മുമ്പിൽ, ഈ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ താഴേക്കൊരു ചെറിയൊരു ചെരുവാണ്.
ആ ചെരിവിൽ താഴെ മുഴുവൻ ഉദ്യാനമാണ്, മനോഹരമായൊരു ഉദ്യാനം. അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ജലധാരയും പല കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പോയിട്ട് അതങ്ങ് അറ്റത്ത് ചെന്ന് നിൽക്കുന്നത് കടൽ തീരത്താണ്. നമുക്ക് കാണാം കടൽ. ആ കടലിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഈ കുന്നിൻ്റെ മുകളിൽ പീറ്റർ ഹോഫ് കൊട്ടാരം. ഈ പീറ്റർ ഹോഫ് കൊട്ടാരത്തിനകത്ത് കയറണമെങ്കിൽ നമ്മൾ ഷൂസ് ഊരണ്ട, ഷൂസ് ഇട്ട് കയറാം. പക്ഷേ ഷൂസിന് പുറത്തുകൂടെ നമ്മളൊരു കവർ ഇടണം. ഒരു കവർ തരും. അത് ഷൂസിൻ്റെ ഉൾപ്പെടെ അതങ്ങോട്ട് ഇട്ടിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഫങ്ഷൻസ് നടക്കുന്ന ഒരു കൊട്ടാരം അത്. അതുകൊണ്ട് തന്നെ ആ എല്ലാ ഭാഗവും ഏറ്റവും തിളങ്ങുന്ന ഭംഗിയായിട്ടിരിക്കാൻ ശ്രദ്ധിക്കും. ഭിത്തിയിൽ തൊടാൻ പാടില്ല, ഒരിടത്തും തൊടാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാന നിയമം. ഈ തൊടരുതെന്ന് നിർദ്ദേശം തരിക മാത്രമല്ല ചെയ്യുന്നത്, അവിടെ ഭിത്തിയിൽ മുഴുവൻ എല്ലാ മുറിയുടെയും ഭിത്തിയിൽ സെൻസറുകൾ വെച്ചിട്ടുണ്ട്. ഇൻഫ്രാറെഡ് സെൻസറാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു നിശ്ചിത അകലം ഭിത്തിയോട് അടുത്ത് കൈ എത്തിക്കഴിഞ്ഞാൽ അലാമടിക്കൂടെ. നമ്മുടെ സംഘം കയറിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 മുറിയിൽ സ്ഥിരം അലാമടിയായിരുന്നു. പിന്നെ എന്താ സംഭവം എന്ന് ഗൈഡ് കത്രീന വിശദീകരിച്ച് കൊടുത്തു. മക്കളെ, ഇതാണ് കാര്യം, നിങ്ങൾ കൈ ആ ഭിത്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനേ പാടില്ല. നിങ്ങൾ ഒരു 30 സെൻറ്റിമീറ്ററിന് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അലാമടിക്കും. ഇത് കാര്യം മനസ്സിലായി കഴിഞ്ഞ് പിന്നെ അലാമടിച്ചില്ല. അങ്ങനെ കൊട്ടാരത്തിനകത്തെ പല രാജകീയ മുറികൾ, ബെഡ്റൂമുകൾ, സദ്യ കൊടുക്കുന്ന മുറികളൊക്കെ അതെല്ലാം കണ്ടു. അപ്പോഴത്തേക്ക് സന്ധ്യയാകുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴത്തേക്ക് മഞ്ഞ് വീണ് തുടങ്ങി, കടുത്ത തണുപ്പ്. ഞങ്ങളങ്ങനെ നഗരത്തിലേക്ക് ഓടി. തിരിച്ച് 1 മണിക്കൂർ എടുത്തു. കത്രീന പറഞ്ഞു, നിങ്ങൾ മടുത്തോ? നമ്മൾ ഇനി പോകുന്ന ഡിന്നർ കഴിക്കാനാണ്. പക്ഷേ ഡിന്നർ മാത്രമല്ല, ഒരു കൾച്ചറൽ ഡിന്നറാണ്. നൃത്ത സന്ധ്യ എന്ന് വേണേൽ പറയാം. റഷ്യയുടെ തനത് ട്രഡീഷണൽ നർത്തകരെല്ലാം വന്നു ചേരുന്ന 10-20 ആളുകൾ നിങ്ങൾക്ക് വേണ്ടി നൃത്തം അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഒരു ഹാള് സഞ്ചാരത്തിൻ്റെ ഗ്രൂപ്പിന് വേണ്ടി മാത്രം. ആ ഹാളിൽ നിങ്ങൾക്ക് വേണ്ടി ഗംഭീരമായൊരു ഗാല ഡിന്നർ ഒരുക്കിയിരിക്കുന്നു. ഷാമ്പെയിൻ ഉൾപ്പെടെയുള്ള ഡിന്നർ. ആ ഡിന്നറിനൊപ്പം ഈ പറഞ്ഞ നർത്തകരുടെ നൃത്തം നടക്കുന്നു. റഷ്യൻ സുന്ദരന്മാരുടെയും നൃത്തം. ബസ് ഓടി മറ്റൊരു കൊട്ടാരത്തിന് മുമ്പിൽ പോയി നിൽക്കുകയാണ്, നിക്കോളേവ്സ്കി പാലസ്. ഈ കൊട്ടാരത്തിനകത്താണ് നമ്മുടെ സംഘം ഇന്ന് ഡിന്നർ കഴിക്കുന്നത്, സഞ്ചാരത്തിൻ്റെ ഗ്രൂപ്പ് ഡിന്നർ കഴിക്കുന്നത്. ആദ്യത്തെ ഒരു ഫ്ലോറിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ നിന്ന് ഒരു വലിയ സ്റ്റെയർ ആരംഭിക്കുകയാണ്. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഈ കൊട്ടാരത്തിനകത്ത് ഞങ്ങൾക്ക് മാത്രമേ ഡിന്നറുള്ളൂ എന്നാണ് കരുതിയാണ് ചെല്ലുന്നതെങ്കിലും അവിടുത്തെ ഈ പടിക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒറ്റ നിലയല്ല, ഒരു 3 നിലയുടെ പടിക്കെട്ട് ഇങ്ങനെ കയറി 3 സ്റ്റെപ്പുകളായിട്ട് കയറി പോവുക. അപ്പോൾ ഈ 3 നിലയ്ക്കും ബാൽക്കണികളുണ്ട് ഈ സ്റ്റെയറിലേക്ക് നോക്കി. അപ്പോൾ ഈ ബാൽക്കണികൾ നിറയെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴെയും വശങ്ങളിലുമൊക്കെ. ഈ മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് സുന്ദരിമാർ ക്യാറ്റ് വാക്ക് നടത്തി താഴേക്ക് ഇറങ്ങി വരിക. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ഒരു ഫാഷൻ പരേഡ് നടക്കുകയാണ്. ഒരു ബോണസ് വിഷുവല്ലേ. ഇതിനിടയ്ക്കൂടെ വേണം ഞങ്ങൾക്കും കയറി പോകാൻ. അപ്പം നമ്മുടെ കത്രീന അവരോട് സംസാരിച്ചിട്ട് സംഘാടകരോട് ചോദിച്ചിട്ട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് കൂടെ കൊണ്ട് അത് തീരും. അങ്ങനെ കുറേ നേരം ആ കാഴ്ചയെ കണ്ടു നിന്നപ്പോഴത്തേക്കും അവരുടെ ഇടവേളയായി. ഞങ്ങൾ കയറി ചെല്ലുന്നു. ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ബാങ്കറ്റ് ഹാളിലേക്ക് ഞങ്ങൾ ചെല്ലുകയാണ്. അങ്ങോട്ട് നടക്കുമ്പോൾ ട്രഡീഷണൽ റഷ്യൻ വസ്ത്രം ധരിച്ച പെൺകുട്ടികൾ ഞങ്ങളെ സ്വീകരിച്ച് അവിടേക്ക് കൊണ്ടുപോകുന്നു. അകത്ത് ചെല്ലുന്നു. ഞങ്ങൾക്ക് മാത്രമുള്ള ഒരു ഹാളാണ്. ആ ഹാളിൽ മേശകൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ വിഭവങ്ങളുണ്ട്. ഓരോരോ വിഭവങ്ങൾ വരുന്നു. ആപ്പിറ്റൈസർ, സ്റ്റാർട്ടർ, സൂപ്പ്, ഇങ്ങനെ ഘട്ടം ഘട്ടമായി ആചാരപരമായ പാശ്ചാത്യ രീതിയിലുള്ള ഭക്ഷണം. ഷാമ്പെയിൻ യഥേഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു. ആവശ്യാനുസരണം ആളുകൾ അത് കഴിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോഴത്തേക്ക് നർത്തകരുടെ വരവായി. അവരുടെ വ്യത്യസ്തങ്ങളായ നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആണും പെണ്ണും ചേർന്ന നൃത്തങ്ങളാണ് കൂടുതൽ. ഗംഭീരമായ നൃത്തങ്ങളായിരുന്നു 1.5 മണിക്കൂർ നേരം, പലവിധ നൃത്തങ്ങൾ. ഇതിനിടയ്ക്ക് നമ്മുടെ ഭക്ഷണം വന്നുകൊണ്ടിരിക്കും, ഷാമ്പെയിൻ വന്നുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് നമ്മളെയും ക്ഷണിക്കും നൃത്തത്തിൽ പങ്കെടുക്കാൻ. ധൈര്യമുള്ള നൃത്തം അറിയുന്ന കുറച്ച് പേര് കയറും, കുറച്ച് നേരം നൃത്തം ചെയ്യും, തിരിച്ചു വരും. ഞാനപ്പോൾ ചിന്തിക്കുകയായിരുന്നേ, ഈ ലോകത്തെ മിക്കവാറും എല്ലാ നാടുകളിലും നൃത്തം ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. ആണും പെണ്ണും ചേർന്നുള്ള നൃത്തം, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നൃത്തത്തിൻ്റെ ഭാഗമാകുന്നത്. എന്തിനേറെ നമ്മൾ ഉത്തരേന്ത്യയിൽ ചെന്നാൽ പോലും അവിടുത്തെ ഒരു ആഘോഷത്തിൽ, ഉത്സവത്തിൽ, ഒരു വിവാഹത്തിൽ ഏറ്റവും പ്രധാന ഇനം എന്ന് പറയുന്നത് നൃത്തമാണ്. തമിഴന് പോലും എനിക്ക് തോന്നുന്നത് മരണാനന്തര ചടങ്ങിൽ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും പോലും കൂടെ നൃത്തം ചെയ്തു പോകുന്ന ശീലമുണ്ട്. മലയാളിക്ക് എന്താണ് ഈ നൃത്തം അത്ര വശമില്ലാതെ പോയത്? മലയാളിയുടെ ഒരു സാധാരണ പുരുഷൻ ഒരിക്കലും നൃത്തം ചെയ്യാറില്ല. ഏതാണ്ട് 1.5 മണിക്കൂർ നേരം ആ നൃത്തങ്ങൾ പല നൃത്തങ്ങളായി ഞങ്ങളുടെ മുമ്പിൽ വന്നു. ഒടുവിൽ മടങ്ങേണ്ട സമയമായി. ഈ കലാകാരന്മാർ വന്ന് താണു വണങ്ങി ഞങ്ങളെ യാത്രയാക്കി. ഇനി ഉറക്കത്തിനായിട്ട് ഹോട്ടലിലേക്ക്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ്.
5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.